ഹലോ, ഇന്ന് എൻ്റെ ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു നിക്കാഹിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അത് എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പിറ്റേന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്നുള്ളത്. അതെന്താണെന്ന്, നിക്കാഹ് കഴിഞ്ഞ് പിറ്റേന്ന് പെണ്ണ് കാണലാണ്. അപ്പം അവിടേക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമുഅക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മുട്ടമാലി മുട്ട സുർക്കയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വക അത് കൊണ്ടുപോവാണ്. അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ മുട്ട സുർക്ക. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ അയൺ ചെയ്ത് വെച്ചാട്ടോ എൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. മോളും കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ചുരിദാറെല്ലാം ഇടേണ്ടി വന്നത്, എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ മോളുണ്ട്, അവൾ വിളിച്ച് പറഞ്ഞ് നമുക്ക് ചുരിദാർ കൊണ്ടുവരുന്നുണ്ട്, ഇത് അവളെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് വന്നാണ് ഇതായിട്ട് അതിട്ടാൽ മതി എന്ന് പറഞ്ഞു, ആ ചുരിദാർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ്. അവർ എനിക്ക് ചുരിദാർ തന്ന ആൾ അവളെ കയ്യിലാണ് കൊടുത്തത് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ അളവിൽ തന്നെ അവൾ അവിടുന്ന് സ്റ്റിച്ചും ചെയ്ത്, കാരണം അവൾക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടതുപോലെ. അപ്പോൾ നല്ല മാഷാ അല്ലാ നല്ല ഡ്രസ്സ്, താങ്ക്സ് അവരോട്. അതൊക്കെ ഇട്ട് ഞാനിതാ ഹോളിലേക്ക് എത്തി. അപ്പോൾ ഇതാ ബ്രൈഡിൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വീകരിക്കാൻ തന്നെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അവർ. അങ്ങനെ ഒക്കെ കൊടുത്ത് സ്റ്റേജൊക്കെ അടിപൊളിയാക്കി വെച്ചിരിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു വെറൈറ്റി. നമ്മൾ വെള്ള ഫ്ലവേഴ്സിലൊക്കെ അല്ലേ കാണൽ, ഇത് വേറൊരു വയലറ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെക്കനിക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചതാണ്. കാരണം ഞാൻ ജുമ കഴിഞ്ഞിട്ട് 2 മണിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത്. വീട്ടിൽ നിന്ന് തൊട്ടടുത്താണല്ലോ ഹോള്. അപ്പോൾ അവിടേക്ക് അങ്ങനെ ആ ടൈം ആയിക്കുന്നു ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഒന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ആൾക്കാർ വരാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വന്ന് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ വരുത്ത് കൂടുതലാവുമല്ലോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ചെക്കൻ്റെ ടീമിന് ആക്കി വെച്ചാട്ടോ, കസേരയൊക്കെ ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇവരെ വിളിച്ച ആൾക്കാരൊക്കെ ടീം. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ ചെറുങ്ങനെ വിശക്കാനൊക്കെ തുടങ്ങി. സ്റ്റേജ് മേലേക്ക് കയറി അവർ പാട്ടും കളിയൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പം 4 മണിയായി സംഭവം. ആ മഞ്ച് ഞാൻ കാണിച്ചെന്താണെന്ന് അറിയോ, അവരൊരു ആശ്വാസത്തിന് വേണ്ടി എല്ലാവർക്കും കൊടുക്കാം കേട്ടോ ഈ ഒരു മഞ്ച് കഴിക്കാൻ. അപ്പോൾ വന്ന ആൾക്കാരൊക്കെ മുഷിഞ്ഞിക്കുന്ന ലേശം. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ കല്യാണ പെണ്ണിനെ കാണിച്ചു തരാത്തതെന്ന്. കല്യാണ പെണ്ണ് എന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ, എനിക്കറിയില്ല. നിക്കാഹ് കഴിഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് പെണ്ണാണല്ലോ, അപ്പോൾ കല്യാണ പെണ്ണ് എന്ന് പറഞ്ഞൂടെ, എനിക്ക് അറിയില്ല കേട്ടോ. ആ ബ്രൈഡ് എന്തായാലും അവളില്ല, അവിടെ ഫോട്ടോഷൂട്ടിന് പോയതാണ് ചെക്കൻ്റെ കൂടെ തന്നെ. 1.5 മണിക്ക് ജുമ കഴിഞ്ഞതിന് ശേഷം പോയതാട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല അവരും. അങ്ങനെ ഞാൻ പിന്നെ ഫുഡിൻ്റെ അവിടേക്ക് പോയൊക്കെ മൂടി വെച്ചതാട്ടോ, ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഏകദേശം വരാനുള്ള ടൈം അയക്കുന്നു, ഒരു ബ്ലോക്കിലൊക്കെ കുടുങ്ങിയാണെന്നൊക്കെ പറഞ്ഞ്. ചെറുങ്ങനെ അപ്പോൾ ഓപ്പൺ ആക്കിയല്ലോ. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെത്താൻ അയക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും എണ്ണി പറയണില്ല, ഒരു ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സിലാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ എല്ലാം റാഹത്തായിരുന്നു. പിന്നെ 4-5 സാലഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കോയലീസൻ്റെ പകുതിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിശന്ന് വലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ സൈഡിൽ നിന്ന് എടുത്ത് തിന്നുണ്ടാവും, അതൊട്ടായിരിക്കും. പിന്നെ അവൾ വന്നിട്ടോ, അവൾ വന്ന് പക്ഷെ ചെക്കനൊന്നും എത്തിയിട്ടില്ല. അവളവിടെ കൊണ്ടാക്കിയിട്ട് അവർ പോയി. ഇവളും ഫ്രണ്ട്സുകളൊക്കെ ആണ് പോയത്. അങ്ങനെ പിന്നെ ഈ ചെക്കൻ്റെ കൂട്ടുകാർ തന്നെ കുറച്ച് ടീം ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ അനിയത്തിട്ടോ, എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ മോള്. അവളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ കുറച്ച് നേരം വന്നപ്പോൾ നമ്മൾ വേഗം ഇവിടെ കയറ്റി ഇരുത്തിക്കണം അവരെ. അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഇവളോടാണ് എല്ലാവരും നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അങ്ങനെയാണെന്ന്. എനിക്കറിയില്ല, ഞാൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇവിടെ എത്തിക്കുന്നത്, അവരെ കാണാത്ത എന്താണെന്ന് അറിയില്ല. പക്ഷെ അവർ ബ്ലോക്കിൽ കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു 5 മണിയൊക്കെ ആയിക്കുന്നു കേട്ടോ. അവരൊക്കെ എത്തുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് 4 മണി കാണിച്ചെന്നില്ല, പിന്നെ 5 മണിയായി. അങ്ങനെയൊക്കെ എല്ലാവരും കുറച്ച് ടെൻഷനിലായി, ഉപ്പയും ഉമ്മയും അവരൊക്കെ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, ഒക്കെ റാഹത്തായിട്ട് അവർ എത്തി. അങ്ങനെ അവരോരോരോ സാധനങ്ങൾ കൊണ്ട് വെക്കാണ് കേട്ടോ. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ ഇതാണ്. ഒരു പെങ്ങളുള്ളൂ, പിന്നെ ഒരു അനിയനുള്ളത്. അങ്ങനെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ്. ഞാനൊന്നും സൂമാക്കി എടുത്തിട്ടില്ല. പിന്നെ അതിൽ തന്നെ മഹറുണ്ട്, പിന്നെ ഒരുപാട് ഗോൾഡൊക്കെ ഉണ്ട്. അപ്പം ആ സെക്ഷനിലേക്ക് അധികം പോയില്ല.
പിന്നെ ഇപ്പോഴും ചെക്കൻ വന്നിട്ടില്ല. സംഭവം അവനെ കാത്തുക്കാണ്. അവന് വരുന്നത് എന്താണ് കുതിരപ്പുറത്താണെന്നൊക്കെ പറഞ്ഞ് കിങ്സിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഈ ഹോള്. അതിനെക്കൊണ്ട് എനിക്ക് വരാനും പോകാനൊന്നും അത്ര വലിയ പ്രശ്നമില്ല. ഇനി വരുന്ന സീനൊക്കെ ഇനി വോയിസ് ഓവർ ഇല്ലാതെ ഒന്ന് കണ്ടു നോക്കണേ. Kita full koti pergi ni. Kita ni bisa. പിന്നെ ഈ ഫുഡിൻ്റെ ആ ഒരു ഭാഗത്താണ് ഒരു യുദ്ധം തന്നെ നടന്നതെന്ന് പറയാം. കാരണം നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ മിക്സ്ഡ് ആയിട്ടോ. പിന്നെ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും വിശന്നിരിക്കല്ലേ, എത്രയും ടൈമായില്ലേ. ഒരു കല്യാണത്തിൻ്റെ ഒരു ഫീലിങ്സ് തോന്നിട്ടോ. അത്രയും ജനങ്ങളും ആൾക്കാർ എന്താ പറയുക, ഒരു എന്തായാലും ആ ഒരു മൊമെൻ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ചെക്കൻ്റെ സ്റ്റേജിലേക്ക് കയറാൻ കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ നമ്മുടെ പെണ്ണിൻ്റെ ഇതാണ് കേട്ടോ, ഉപ്പിയുമ്മി അവിടെ നിന്നിട്ട് അവളെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറ്റാണ് അവളെ ഫാമിലി. അപ്പം അവൾക്ക് കിട്ടിയ ഗോൾഡൊക്കെ ആണ് ഇട്ടത്. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമാവും. അപ്പം വേഗം അതൊക്കെ സേഫാക്കി വെക്കാണ്. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ആണ് കേട്ടോ, അത് ഫാമിലിയൊക്കെ ആണ്. അങ്ങനെ ഇവരെ കലാശക്കെട്ട് എന്തായാലും ഇപ്പോഴൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓൻ്റെ ചെക്കൻ്റെ ഉപ്പാണ് കേട്ടോ അത്. അങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പൂരം തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ ലൈറ്റ്സൊക്കെ ഓഫാക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പരിപാടീൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ ഹോളിൻ്റെ. അപ്പം നമ്മളെ പരിപാടി ഇവിടെ കഴിയില്ല, ഹോളിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ഓഫാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവർ ഇവിടെ കളിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചെക്കനും പെണ്ണിനും മാഷാ അല്ലാ ബന്ധം ഉണ്ടാക്കിയത് ഞാനാട്ടോ. അതായത് ഞാൻ ബ്രോക്കറല്ല, പക്ഷേ അവർ രണ്ടാളെയും ഒന്നിപ്പിക്കാൻ ഞാനൊരു നിമിത്തമായി. പഠിച്ചവന് ഓരോരുത്തർ ഇറക്കല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഇവരെ ഒരു നടുവിലായി ഇങ്ങനെ. അപ്പോൾ ഇവന് ചെക്കൻ്റെ ടീം എൻ്റെ ഒരു റിലേറ്റീവ്സാണ്. കാരണം എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, എൻ്റെ എളാമൻ്റെ ആങ്ങളുടെ പേരക്കുട്ടിയാണ് കേട്ടോ ഈ ചെക്കന്. അപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു പെണ്ണുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണല്ലോ അത്.
അങ്ങനെ ഒരു ബന്ധമായി മാഷാ അല്ലാ. ഇനി അവർ തമ്മിൽ അങ്ങോട്ട് എല്ലാം ഇതാവട്ടെ, റാഹത്തായിട്ട് ജീവിക്കട്ടെ. അപ്പം അവൻ്റെ ഉമ്മാണ് ഇട്ടത്. അങ്ങനെ പരിപാടികളൊക്കെ മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ പെണ്ണിൻ്റെ ആങ്ങള. അപ്പം ഒരാങ്ങളേ ഉള്ളൂ, അളിയനേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അവർ ഭയങ്കര കെട്ടിപ്പിടുത്തം അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. പിന്നെ ഉള്ളത് അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയും ഇതുപോലെ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ എളാമ്മ, അതായത് ഉപ്പൻ്റെ അനിയൻ്റെ വൈഫ്. അവരെ മോളാണത്. അവൾ ആണ് ഞാനായിട്ട് കണക്ട് ഉള്ളത്. അപ്പോൾ അവൾക്കും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അവർ. ഇതിൻ്റെ എളാപ്പൻ്റെ മോനാണ് കേട്ടോ, അവൻ്റെ വൈഫാണ്. പിന്നെ ഇവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും